നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആളുകൾ കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷേ എത്ര കഴിച്ചാലും തടി വെക്കുന്നുണ്ടാവില്ല, മെലിഞ്ഞിരിക്കും. എന്നാൽ മറ്റു ചിലരുണ്ട്, കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ പെട്ടെന്ന് തടി വയ്ക്കും. ചില ആളുകൾക്ക് കുറേ നേരം ഫോക്കസ് ചെയ്യാൻ പറ്റും, പക്ഷേ മറ്റു ചിലർക്ക് പെട്ടെന്ന് ഫോക്കസ് നഷ്ടപ്പെടും. ചില ആളുകൾക്ക് പെട്ടെന്ന് ചൂടെടുക്കും, പെട്ടെന്ന് വിയർക്കും, പക്ഷേ മറ്റു ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് ചൂടെടുക്കാറില്ല. ചിലർ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ബട്ട് ചിലർ വളരെ സ്ലോ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതറിയാനായിട്ട് നമുക്ക് ആയുർവേദത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ആയുർവേദത്തിന് ഇതിനൊരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസർ ഉണ്ട്. അത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു യുണീക്ക് ഇന്നർ ബ്ലൂ പ്രിന്റ് ഉണ്ടാവും എന്നാണ്. എന്ന് വെച്ചാൽ യുണീക്ക് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ബോഡി ടൈപ്പ് ഉണ്ടാവും എന്നാണ്. നമ്മളിലുള്ള എല്ലാത്തിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ലുക്ക്, നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം, നമ്മളെ ചിന്തകൾ, നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇങ്ങനെ എല്ലാത്തിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് 3 വൈറ്റൽ എനർജീസ് വെച്ചിട്ടാണ്: വാത, പിത്ത ആൻഡ് കഫ. ഇതിനെയാണ് ദോഷാസ് എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. നിങ്ങളുടെ മെയിൻ ദോഷ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ ദെൻ നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ വളരെ സ്മാർട്ട് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം ഈ ദോഷാസ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. ആയുർവേദത്തിൽ പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യ ശരീരം അടക്കം 5 എലമെൻറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്: സ്പേസ്, എയർ, ഫയർ, വാട്ടർ ആൻഡ് എർത്ത്. ഇതിനെ പഞ്ചഭൂതങ്ങൾ എന്നും പറയും. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 എലമെന്റ്സ് കൂടി ഒരു പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് 3 ദോഷാസ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു റെസിപ്പി പോലെ. വാത എന്ന ബോഡി ടൈപ്പിൽ സ്പേസ് ആൻഡ് എയർ എലമെന്റ്സ് ആയിരിക്കും കൂടുതൽ. ഇത് അവരെ കൂടുതൽ ലൈറ്റ് ആക്കും, എപ്പോഴും മൂവ്മെന്റ് വേണ്ടി വരും ആൻഡ് ചേഞ്ചസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ദെൻ പിത്ത ബോഡി ടൈപ്പിൽ ഫയർ ആൻഡ് വാട്ടർ എലമെന്റ്സ് ആയിരിക്കും കൂടുതൽ. ഇത് അവരെ ഹോട്ട്, ഇൻറ്റൻസ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ആക്കും. ആൻഡ് കഫ ബോഡി ടൈപ്പിൽ എർത്ത് ആൻഡ് വാട്ടർ എലമെന്റ്സ് ആണ് കൂടുതൽ. സോ ഇവർ കൂടുതൽ ഹെവി ആയിരിക്കും, സ്ലോ ആവും ആൻഡ് സ്റ്റേബിൾ ആവും. എല്ലാ ആളുകളിലും ഈ 3 ദോഷാസും ഉണ്ടായിരിക്കും. ബട്ട് അതിൽ 1 അല്ലെങ്കിൽ 2 ദോഷാസ് സ്ട്രോങ്ങർ ആയിരിക്കും, കൂടുതലായിരിക്കും. ആൻഡ് അങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ നാച്ചുറൽ ബോഡി ടൈപ്പ്. സോ ഇവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയുടെ അവസാനം നിങ്ങൾ ഏത് ബോഡി ടൈപ്പ് ആണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്പർ 1, വാത, ദ മൂവർ. ഫസ്റ്റ് വാത ബോഡി ടൈപ്പ് ആണ്. ഇവർ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. സ്പേസ് ആൻഡ് എയർ ആയിരിക്കും ഇവരിൽ കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ ഇവർ കാറ്റിനെ പോലെ ആയിരിക്കും, ലൈറ്റ് വെയ്റ്റ്, ഡ്രൈ ആൻഡ് എപ്പോഴും മൂവ് ചെയ്യണം. സോ വാത പേഴ്സൺസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അവരുടെ ശരീരം പൊതുവെ മെലിഞ്ഞതായിരിക്കും. ചിലപ്പോൾ ടാളായിരിക്കും, ചിലപ്പോൾ ഷോർട്ടായിരിക്കും, ഒരു ലൈറ്റ് ഫ്രെയിം ആയിരിക്കും. അവർക്ക് തടി കൂട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ സ്കിൻ ആൻഡ് ഹെയർ ഡ്രൈ ആയിരിക്കും ആൻഡ് കൈയും കാലും ഒക്കെ പൊതുവെ തണുപ്പായിരിക്കും. ഇനി മനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ചിന്തിക്കുന്നവരായിരിക്കും, ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും ആൻഡ് എന്തൂസിയാസ്റ്റിക് ആയിരിക്കും. അവർക്ക് മാറ്റങ്ങളും പുതിയ ഐഡിയാസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എനർജി നോക്കുകയാണെങ്കിൽ ബേഴ്സ്റ്റ് ഓഫ് എനർജി ആയിരിക്കും. ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ആൻഡ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡ് ആവുകയും ചെയ്യും. ഇനി ഇവരുടെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടാൽ ഇത് അവരിൽ ആൻസൈറ്റി, വെറി ആൻഡ് റെസ്റ്റ്ലെസ്സിനൊക്കെ കാരണമാവും. ശരിക്കും ഉറക്കം കിട്ടില്ല, ഈ ഗ്യാസ് കയറുന്ന പ്രശ്നം ഉണ്ടാവും, ബ്ലോട്ടിങ്, ഡ്രൈ സ്കിൻ ഉണ്ടാവും ആൻഡ് കോൺസ്റ്റിപ്പേഷനും കാരണമാവാം. നമ്പർ 2, പിത്ത, ദ ട്രാൻസ്ഫോമർ. രണ്ടാമത്തേത് പിത്ത ദോഷമാണ്. ഇതുണ്ടാക്കിയിട്ടുള്ളത് മെയിൻലി ഫയർ ആൻഡ് വാട്ടർ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഫുൾ ഫയർ മോഡിലായിരിക്കും, ഹോട്ട്, ബ്രൈറ്റ് ആൻഡ് ഷാർപ്പ്. ഇവരുടെ ട്രൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ശരീരം ഒരു മീഡിയം സൈസ് ആയിരിക്കും, കുറച്ച് മസ്കുലീൻ ആയിരിക്കും, പൊതുവേ ഒരു അത്ലറ്റിക് ബോഡി ആയിരിക്കും, നല്ല ഡൈജഷൻ ഉണ്ടായിരിക്കും ആൻഡ് നല്ല വിശപ്പ് ഉണ്ടായിരിക്കും. ഒരു മീൽ സ്കിപ്പ് ചെയ്താൽ തന്നെ ഇവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. ഇവരുടെ സ്കിൻ കുറച്ച് ഓയിലി ആയിരിക്കും, വാമായിരിക്കും. ഇനി മനസ്സ് നോക്കുകയാണെങ്കിൽ ഇവർ വളരെ സ്മാർട്ടാവും, നല്ല ഫോക്കസ്ഡ് ആയിരിക്കും, ഷാർപ്പായിരിക്കും ആൻഡ് അവരെപ്പോഴും നല്ല ലീഡേഴ്സ് ആയിരിക്കും. എപ്പോഴും ഗോൾസ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നവരായിരിക്കും. ഇനി എനർജി നോക്കുകയാണെങ്കിൽ സ്ട്രോങ്, സ്റ്റഡി ആയിട്ടുള്ള എനർജി ആയിരിക്കും. ഇനി ഇവരുടെ ബാലൻസ് നഷ്ടപ്പെട്ടാലോ ദെൻ ഇവർ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, ഭയങ്കര ദേഷ്യം ഉണ്ടാവും, ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാവാം. നമ്പർ 3, കഫ, ദി സ്റ്റെബിലൈസർ. കഫ ഉണ്ടാക്കിയിട്ടുള്ളത് എർത്ത് ആൻഡ് വാട്ടർ വെച്ചിട്ടാണ് ആൻഡ് അതുകൊണ്ട് തന്നെ ഇവർ പൊതുവെ സ്റ്റേബിൾ, കൂൾ ആൻഡ് കാം ആയിരിക്കും. ഇവരുടെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ബോഡി വളരെ സ്ട്രോങ് ആയിരിക്കും, നല്ല സ്റ്റാമിന ആയിരിക്കും. അവർ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യും, തടി കൂടും ആൻഡ് വളരെ സോഫ്റ്റ്, തിക്ക് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നും ഹെയറും ആയിരിക്കും. ഇനി മൈൻഡ് നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും കാമായിരിക്കും ആൻഡ് പെട്ടെന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരുമായിരിക്കും. ഇവർ പുതിയ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പഠിക്കുക, പക്ഷേ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് ഓർമ്മയിൽ നിൽക്കും. അതുപോലെ വളരെ ലോയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. ഇനി എനർജി നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റഡി ആയിരിക്കും, വളരെ സ്ലോ ആയിട്ടായിരിക്കും
ആയിരിക്കും എന്ത് കാര്യവും സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് എത്ര നേരം വേണമെങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ ബാലൻസ് നഷ്ടപ്പെട്ടാൽ ഇവരുടെ തടി നന്നായിട്ട് കൂടും, സ്ലഗ്ഗിഷ് ആവും ആൻഡ് ലേസി ആവും, ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ്സും ഉണ്ടാവും. സോ നിങ്ങളുടെ ബോഡി ടൈപ്പ് കണ്ടുപിടിച്ച് അതിൻ്റെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെ നിങ്ങളുടെ ബോഡി ടൈപ്പ് കണ്ടുപിടിക്കാം? അതിന് ഓൺലൈൻ ക്വിസുകൾ നടത്തുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആൻഡ് വേണമെങ്കിൽ ഞാൻ തന്നെ 1-2 സൈറ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, യു ക്യാൻ ചെക്ക് ദം. നിങ്ങൾ ചിലപ്പോൾ ഒരു സിംഗിൾ ടൈപ്പ് ആയിരിക്കാം, ലൈക്ക് വാത ഡോമിനൻറ്റ്, പിത്ത ഡോമിനൻറ്റ് ഓർ കഫ ഡോമിനൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും മിക്സ് ആയിരിക്കാം, ലൈക്ക് വാത പിത്ത കോമ്പിനേഷൻ എന്നെ പോലെ, അല്ലെങ്കിൽ പിത്ത കഫ ഓർ വാത കഫ എക്സെട്ര. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ത്രിദോഷ ഉള്ളവരായിരിക്കും, എന്ന് വെച്ചാൽ 5 എലമെൻസും ഏകദേശം ഒരേപോലെ ആയിരിക്കും, കംപ്ലീറ്റ്ലി ബാലൻസ്ഡ്. ബട്ട് ഇത് കുറച്ച് റെയർ ആണ് കേട്ടോ. നിങ്ങൾ ആദ്യം ഈ ക്വിസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ബോഡി ടൈപ്പ് കണ്ടുപിടിക്കുക. വൺസ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെൻ അതിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഓർക്കുക, ഓൾറെഡി നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള എലമെൻസിനെ തന്നെ നിങ്ങൾ വീണ്ടും ശരീരത്തിലേക്ക് കൊടുത്താൽ അത് നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെടാനാണ് കാരണമാവുക. ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്താണോ കുറവ് അത് കൊടുക്കുക. വാതാദോഷ കോൾഡ്, ഡ്രൈ ആൻഡ് മൂവിങ് ആണ്. സോ ഇവർക്ക് എങ്ങനെയുള്ള വസ്തുക്കളാണ് വേണ്ടത്? വാം, ഓയിലി ആൻഡ് സ്റ്റേബിൾ. ഇവരെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുക. അതുപോലെ വാം ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്. അതുപോലെ ഒരു റെഗുലർ ആയിട്ടുള്ള റൂട്ടീൻ വേണം. എന്നും ഒരേ സമയത്ത് ഉറങ്ങുക, ഒരേ സമയത്ത് എഴുന്നേൽക്കുക, ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ദെൻ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട. പകരം ലൈറ്റ് ആയിട്ടുള്ള യോഗ, സ്ട്രെച്ചിങ്, വാക്കിംഗ്, ചെറിയ രീതിയിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ദെൻ പിത്ത നോക്കുകയാണെങ്കിൽ ഇവർ വളരെ ഹോട്ട്, ഷാർപ്പ് ആൻഡ് ഇൻറ്റൻസ് ആണ്. സോ ബാലൻസ് ചെയ്യാനായിട്ട് കൂൾ, സോഫ്റ്റ് ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അതായത് നിങ്ങളെ തണുപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ലൈക്ക് സ്വീറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ലീഫി ഗ്രീൻസ്. ഒരുപാട് സ്പൈസി ആൻഡ് ഹോട്ട് ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ കാമിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക, ലൈക്ക് സ്വിമ്മിങ്, വാക്കിംഗ്, യോഗ എക്സെട്ര. അധികം വെയിൽ കൊള്ളാതിരിക്കുക. ഇനി കഫ നോക്കുകയാണെങ്കിൽ ഇവർ വളരെ ഹെവി, കൂൾ ആൻഡ് സ്ലോ ആയിരിക്കും. സോ ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യം ലൈറ്റ്, വാം ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈറ്റ് ആയിട്ടുള്ള, വാം ആയിട്ടുള്ള ആൻഡ് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കോൾഡ് ഡ്രിങ്ക്സ്, ഓയിലി ആൻഡ് സ്വീറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുക. മാക്സിമം മൂവ്മെൻറ്റ് നിങ്ങളുടെ ബോഡിക്ക് നൽകണം. സോ നിങ്ങളുടെ നാച്ചുറൽ ഫ്ലോ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലാതെ ഓപ്പോസിറ്റ് ആവരുത്. സോ സ്റ്റാർട്ട് ടുഡേ. നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്നുള്ളത് അറിയാനായിട്ട് ഓൺലൈൻ ക്വിസ് നടത്തുക. ദെൻ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ദാസോടെ വീഡിയോ എല്ലാവർക്കും യൂസ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.